അങ്ങനെ ഒരു മാസത്തോളം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് ബഹളങ്ങൾക്ക് തൽക്കാലത്തേക്കെങ്കിലും ഒരു അടക്കം വന്നിരിക്കുകയാണ്. രാത്രി വരെ നീണ്ട പോളിംഗിന് ശേഷം ഇനി പാർട്ടികളും മുന്നണികളും കൂട്ടലും കിഴിക്കലുകളുമായി വിലയിരുത്തലുകളുടെ ലോകത്തേക്ക് കടക്കുകയാണ്. ഒരു ഘട്ടത്തിൽ 90% വരെ എത്തുമെന്ന കണക്കുകൂട്ടിയെങ്കിലും 78-ൽ ഒതുങ്ങിയ പോളിംഗ് ഗുണമോ തിരിച്ചടിയോ എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ പാർട്ടി ഓഫീസുകളിൽ തകൃതിയായി അങ്ങനെ നടക്കുകയാണ്. അതിനിടെയാണ് പാലായിൽ നിന്ന് ശ്രദ്ധേയമായൊരു പരാമർശം വന്നിരിക്കുന്നത്. പരിഭവം പറയുന്നത് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഷോൺ ജോർജ് ആണ്. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ തന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിയെന്ന തരത്തിലായിരുന്നു ഷോൺ ജോർജിന്റെ പരാമർശങ്ങൾ. ക്രൈസ്തവ സഭയ്ക്കും മുഖപത്രമായിട്ടുള്ള ദീപിക ദിനപത്രത്തിനുമെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഷോണിന്റെ വാക്കുകൾ. സഭയ്ക്ക് BJP വിരുദ്ധ നിലപാടാണെങ്കിൽ തിരിച്ചും അതേ നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സഭയ്ക്കുള്ളിൽ ചിലർ രാഷ്ട്രീയ വിടുപണി നടത്തുകയാണെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ഇതും ഇന്നലെ വരെ സഭയെയും സഭയ്ക്ക് സ്വാധീനിക്കാവുന്ന വോട്ടുകളെയും പുകഴ്ത്തി പറഞ്ഞ് നടന്ന ഒരാളാണ് ഒറ്റ രാത്രിക്കിപ്പുറം മലക്കം മറിഞ്ഞിരിക്കുന്നത്. താൻ പ്രതീക്ഷിച്ച പിന്തുണയും വോട്ടുകളും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് തനിക്ക് കിട്ടിയില്ല എന്ന തിരിച്ചറിവ് തന്നെയാകും ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് പിന്നിൽ. BJPക്ക് വോട്ട് ചെയ്യരുതെന്ന് ദീപിക നേരിട്ടല്ലാതെ പറഞ്ഞുവെന്നാണ് ഷോണിന്റെ പരാതി. ഇക്കാര്യം ചോദിച്ച് പിതാക്കന്മാർക്ക് കത്തയച്ചിട്ടുണ്ടെന്നും ഷോൺ പറയുന്നു. സഭയിലെ ചില വ്യക്തികൾ ചിലർക്കായി വിടുപണി ചെയ്യുകയാണെന്നും ഇതിന് ദീപിക പത്രവും കൂട്ടുനിൽക്കുകയാണെന്നുമാണ് ഷോൺ ജോർജിന്റെ പരാമർശം. KC വേണുഗോപാലിനെയും ജോസ് കെ മാണിയെയും കൊണ്ട് സഭയ്ക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? CPM നേതാക്കൾ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ സഭയ്ക്ക് BJPയെ വേണ്ടെങ്കിൽ സഭയെ വേണ്ടെന്ന് വെക്കാൻ ഞങ്ങൾക്കും അറിയാം, അദ്ദേഹം പറഞ്ഞു. സഭയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങളുടെ സമ്മർദ്ദപ്രകാരമാണ് FCRI ബില്ല് മാറ്റിവെക്കപ്പെട്ടതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. സഭയുടെ വോട്ടുകൾ എവിടെയെന്നും ദീപിക ലേഖനങ്ങളെല്ലാം എന്താ ഇങ്ങനെയെന്നും ദേശീയ നേതൃത്വം ചോദിച്ചാൽ താൻ എന്ത് പറയും എന്നാണ് ഷോണിന്റെ പരിഭവം. നിങ്ങൾ ഇതെല്ലാം സഭയ്ക്ക് വേണ്ടി പറയുന്നു, സഭ നിങ്ങളോട് എന്ത് ചെയ്തു എന്ന് ചോദിക്കില്ലേ? ഈ ദീപിക പത്രം എടുത്തു വെച്ചിട്ടല്ലേ ഞങ്ങളോട് ചോദിക്കുന്നത്? ഇതാണല്ലേ നിങ്ങൾ പറഞ്ഞത് FCRI ബില്ല് ഉൾപ്പെടെ മാറ്റിവെച്ച സഭ എന്ന് അമിത് ഷാ ചോദിച്ചാൽ ഞാൻ എന്തു പറയും? സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപിക ഇങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾ ഇതിന് എന്ത് മറുപടി പറയുന്നു എന്ന് അമിത്ഷാജി ചോദിച്ചാൽ എന്ത് ഞാൻ മറുപടി പറയും എന്നിങ്ങനെ പോകുന്നു ഷോണിന്റെ പരിഭവങ്ങളുടെ നിര. എന്നാൽ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ തന്നെ ഏർപ്പെടുത്തിയ FCRI ബില്ല് BJP സ്ഥാനാർത്ഥിയെ മാറ്റിവെപ്പിച്ചു. അതിനാൽ വോട്ട് ചെയ്യണമെന്ന അവകാശവാദത്തിലെ പൊരുത്തക്കേടുകളും കൂട്ടി വായിക്കേണ്ടി വരും. FCRI ബില്ലടക്കം കഴിഞ്ഞ കാലങ്ങളിൽ സഭയെ ആശങ്കപ്പെടുത്തിയ വിഷയങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിന്നിട്ടുള്ളത് ഇതേ ഷോൺ ജോർജ് പ്രതിനിധീകരിക്കുന്ന BJP പാർട്ടിയോ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരോ ആയിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. മണിപ്പൂർ വിഷയം കത്തി നിന്ന സമയത്തും സമാന നിലപാടുകൾ സഭ എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ നിലനിൽക്കെയാണ് സഭ തങ്ങളെ ചതിച്ചുവെന്നും വോട്ട് ചെയ്തില്ല എന്നുമൊക്കെയുള്ള ഷോൺ ജോർജിന്റെ വിമർശനം. അമിത്ഷായെ നേരിട്ട് പരാമർശിച്ചുകൊണ്ട് ഷോൺ ജോർജ് നടത്തിയ പ്രസ്താവന BJP ദേശീയ നേതൃത്വത്തിന് നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിലെ സമ്മർദ്ദമാണ് വെളിപ്പെടുത്തുന്നത്. സഭയുമായുള്ള ഒരു പാലം എന്ന നിലയിൽ സ്വയം അവതരിക്കപ്പെട്ട ഷോൺ ജോർജിന് വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്കുകൂട്ടലുകൾ വലിയ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഷോണിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുകയാണ്.